ഭാവികന്നി ഭവാപ്തിപ്പോരാവിവൻ തോണി നിൻപദം. പോലീസ് വന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു നമ്മുടെ നേതാക്കളെ. അങ്ങനെ വലിയ ത്യാഗത്തിൻ്റെ നടുവിലൂടെയാണ് ഏകോപന സമിതി നടന്ന് മുന്നോട്ട് നീങ്ങിയത്. അവസാനം ചുമട്ടുതൊഴിലാളി നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി. ഇന്ന് നമ്മൾ കൂടെ ആലോചിക്കാതെ അവർക്ക് കൂലി വർദ്ധിപ്പിക്കാൻ ഒക്കാത്തൊരവസ്ഥ വന്നു. അത് നമ്മുടെ സംഘശക്തിയുടെ ബലമാണ്. പിന്നീട് നമുക്കറിയാം, നമ്മൾ സെയിൽ ടാക്സുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് വലിയ അപമര്യാദയായി പെരുമാറുകയും നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ, നമ്മുടെ സംഘടന അതിശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ അവയും നമുക്ക് തളച്ചിടാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ കച്ചവടം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമല്ല, ഈ രാജ്യത്തെ നിയമമാണ്. പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നത് പോലെ തന്നെ അതേ മനോഭാവത്തോടുകൂടി തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് നിൽക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ മേഖലയിൽ നിങ്ങളുണ്ടാകില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കൂ. ഓരോ വർഷത്തെ ഉണ്ടായിരിക്കുന്ന വ്യാപാരത്തിൻ്റെ കുറവ്, ഓരോ ദിവസവും ഗവൺമെൻറ് പുതിയ നയങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ചെറിയ സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ? വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പാവപ്പെട്ട ചെറിയ കച്ചവടക്കാരൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ചെറുകിട മേഖല ഇല്ലാതാക്കാനുള്ള ശ്രമം എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വന്നാൽ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയണ്ട. കൊല്ലം ജില്ലയിൽ മരണപ്പെട്ട 5 വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് കുടുംബ സഹായം എത്തിക്കുന്ന മഹനീയമായ ചടങ്ങാണ് ഇപ്പോൾ നടക്കുക. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇത് നൽകുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം ഈ വേദനയുടെ നാളുകളിൽ ആ കുടുംബങ്ങൾ ഒറ്റയ്ക്കല്ല, ആ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം താങ്ങായി തണലായി നാം എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വലിയ ഒരു ചടങ്ങാണ്, മഹനീയമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ സ്നേഹത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഉമ്മന്നൂർ യൂണിറ്റിൽ നിന്നും നിര്യാതനായ ശ്രീ ശിവശങ്കരപിള്ള ആർ, ഇടയനമ്പലം യൂണിറ്റിൽ നിന്നും നിര്യാതനായ ശ്രീ കെ തമ്പിരാജൻ, പടപ്പക്കര യൂണിറ്റിൽ നിന്നും നിര്യാതനായ ശ്രീ ക്ലീറ്റസ് നെപ്പോളിയൻ, നെടുവത്തൂർ യൂണിറ്റിൽ നിന്നും നിര്യാതനായ മുരുകനാചാരി സി എന്നിവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ഇത് സംഘടനയ്ക്ക് അഭിമാനമാണ്, ശക്തിയാണ്. പക്ഷേ അത് വാങ്ങിയവരുടെ കണ്ണുനീര് പണം കൊണ്ട് നേടാനാവാത്തതാണ്.